ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോസ്റ്റ് ബി എസ് സി എടുത്തതിന് ശേഷം നമ്മളൊരു സെയിം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സാലറി ഇൻക്രിമെൻറ്റ് അതുപോലെ തന്നെ പൊസിഷൻ മാറാൻ പറ്റുമോ, നമുക്ക് വീണ്ടും അതായത് ലൈസൻസ് ഇപ്പോൾ നമുക്കൊരു DH ആണ് ഉള്ളതെങ്കിൽ വീണ്ടും RN ആയിക്കഴിഞ്ഞാൽ, അതായത് പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞാൽ RN ആണല്ലോ, RN ആയിക്കഴിഞ്ഞാൽ വീണ്ടും എക്സാം എഴുതണോ, പിന്നെ ഡാറ്റ ഫ്ലോ ചെയ്യണോ, അങ്ങനെ പറഞ്ഞിട്ട് റിലേറ്റഡ് ടു നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷൻ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു അപ്ഡേറ്റ് എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ ഒരു GNM നേഴ്സാണ്, നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എക്സാമ്പിൾ ഗവൺമെൻറ്റിലെ പറയാം, ഞാൻ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ നമ്മളെ ജോലിക്ക് എടുത്തത്. അപ്പോൾ സാലറി എന്ന് പറയുന്നതും ഒരു അസിസ്റ്റന്റിന്റെ സാലറി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ DHO DOH MOH SH ഏത് എക്സാം എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ലൈസൻസിൽ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ ആ ലൈസൻസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് നേഴ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും സാലറിയും കോൺട്രാക്റ്റിലാണെങ്കിൽ പോലും എല്ലാത്തിലും അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ വൺസ് നമ്മളിപ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പോസ്റ്റ് ബേസ് ചെയ്തു, കംപ്ലീറ്റ് ആയി, കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുക, സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുക. സെയിം നമ്മൾ എന്ത് ചെയ്യുക, മൊഫ അറ്റസ്റ്റേഷൻ ചെയ്യണം, മൊഫയും ചെയ്യണം, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക. അതിനുശേഷം ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. സെയിം നമ്മുടെ എല്ലാ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എക്സ്പീരിയൻസും കൂടി ആഡ് ആക്കണമെങ്കിൽ വിത്തിൻ 5 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റും. മോർ ദാൻ 5 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി അസിസ്റ്റന്റ് ആയിട്ട് വിത്തിൻ 5 ഇയർ ആവുന്നേ ഉള്ളെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും കൂടി വച്ചിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ, പോസ്റ്റ് ബി എസ് സിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റും എല്ലാം കൂടി വെച്ച് വീണ്ടും ഡാറ്റ ഫ്ലോക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഗുഡ് സ്റ്റാൻഡിങ് വേണം, അതുപോലെ BLS വേണം, പിന്നെ നമ്മുടെ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മുന്നത്തെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡാറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയത് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോക്ക് വേണ്ടി കൊടുക്കുക. വൺസ് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി പോസിറ്റീവ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അവരെന്ത് ആക്കുള്ളൂ, നമ്മളെ RN ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ RN ആയതിനു ശേഷം നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എലിജിബിലിറ്റിക്ക് കൊടുത്താൽ പറ്റില്ല. നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ വേണമല്ലോ എലിജിബിലിറ്റിക്ക് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ വൺസ് ഇത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഡാറ്റ ഫ്ലോയുടെ റിപ്പോർട്ട് പോസിറ്റീവ് എന്ന് വന്നാൽ മാത്രമേ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഗവൺമെന്റിലൊന്നും ഇപ്പൊ നിലവിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഭാവിയിൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പ്രൈവറ്റിലൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതായത് നമുക്ക് അത് കിട്ടുന്നില്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് വരുന്നത്, അവർ അംഗീകരിക്കുന്നില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അവർ അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഡാറ്റ ഫ്ലോയ്ക്ക് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി വെച്ചിട്ട് ഡാറ്റ ഫ്ലോ കൊടുക്കുക. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും എക്സാം എഴുതണം. നിലവിൽ നമുക്കുള്ള എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ആണ് നമ്മുടെ ലൈസൻസിലും എക്സാം എഴുതിയത്. അപ്പോൾ നിങ്ങൾ വീണ്ടും DHO DOH MOH ഏതാണോ ഉള്ളതെങ്കിൽ അത് നിങ്ങൾ വീണ്ടും എഴുതി അതിൻ്റെ ലൈസൻസ് എടുക്കുക. അപ്പോഴേ നിങ്ങൾക്ക് RN എന്ന് പറഞ്ഞ ലൈസൻസ് കിട്ടുള്ളൂ. അതിനുശേഷം ഈ RN ഈ ലൈസൻസും ഈ ഡാറ്റ ഫ്ലോയുടെ ഇതും വെച്ചിട്ട് നിങ്ങൾ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. വൺസ് എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, RNന്റെ ലൈസൻസ് ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള പൊസിഷൻ മാറ്റിയിട്ട് അവർ RN എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ പൊസിഷൻ നമുക്ക് ഹൈ ആവുകയാണ്. അപ്പോൾ അതിൻ്റെതായ എന്താവും, ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും. നമുക്ക് ഓറിയന്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ പൊസിഷൻ മാറിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലേക്കൊക്കെ മാറണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചെങ്കിൽ ചിലവർ സമ്മതിക്കും, അങ്ങനെ നിങ്ങൾക്ക് പൊസിഷൻ വേണമെങ്കിൽ മാറാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്റർവ്യൂ പോലെ, ഇപ്പോൾ ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ ചെറിയ ഇന്റർവ്യൂ പോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ പാസ്സാവുന്നു, പിന്നെ നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങളെല്ലാം മാറുന്നു, കോൺട്രാക്ട് കാര്യങ്ങളെല്ലാം മാറി നമുക്ക് സാലറി അപ്ഗ്രേഡ് ആവുന്നു. നമുക്ക് അസിസ്റ്റന്റിന്റെ സാലറി നമ്മൾ RN ആവുന്നല്ലോ, അപ്പോൾ RNന്റെ സാലറിയും കാര്യങ്ങളും കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ
പലർക്കും ഡൗട്ടാണ് നമുക്ക് സെയിം ഇത് ലൈസൻസ് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും ഒരിക്കലും പറ്റില്ല. നമുക്ക് വൺസ് അസിസ്റ്റന്റിന്റെ ലൈസൻസ് നമുക്ക് RN ആയി കഴിഞ്ഞാൽ RNന്റെ ലൈസൻസ് തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോയും കാര്യങ്ങളും എല്ലാം ഗുഡ് സ്റ്റാൻഡിങ് ആദ്യം മുതൽ നമ്മളിപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണോ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ പോസ്റ്റ് BSc കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ പോസ്റ്റ് BSc കഴിഞ്ഞിട്ട് ഇപ്പോൾ MSc നിങ്ങൾ MSc കഴിയുകയാണെങ്കിലും അതിനും ഇതേ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് BSc നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ എക്സ്ട്രാ ആയിട്ടൊരു എഡ്യൂക്കേഷൻ കൂടി എടുക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ട്രക്യോസ്റ്റമി നേഴ്സാണ്, അല്ലെങ്കിൽ അനസ്തേഷ്യ നേഴ്സിന് വേണ്ടിയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു അസ്തെറ്റിക്കിന്റെ നേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായി. അപ്പോൾ അതിന് ഇതേപോലെ തന്നെയാണ്, ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങൾ ഏതാണോ പഠിച്ചത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, DHAയുടെ ഒരു DOH MOHന്റെ അണ്ടറിൽ ആ ഒരു കോഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് എക്സാം എഴുതുക. എക്സാം എഴുതിയിട്ട് അതിനൊരു ലൈസൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ ചെയ്തിട്ട് നിങ്ങൾ ആഡാക്കുക, അല്ലെങ്കിൽ സെയിം നിങ്ങളുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം നിങ്ങളുടെ അപ്പോൾ സാലറി കാര്യങ്ങളെല്ലാം ഇൻക്രിമെന്റ് ചെയ്യും കേട്ടോ. പക്ഷെ നിലവിൽ ഇപ്പോൾ ഗവൺമെന്റിൽ പോസ്റ്റ് BSc അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരെ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. ഭാവിയിൽ എന്താവും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ പ്രൈവറ്റിൽ എനിക്ക് തോന്നുന്നു ക്ലിനിക്കിലാണെങ്കിലും ഹോം കെയറിലാണെങ്കിലും പ്രൈവറ്റിൽ ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് BSc അംഗീകരിക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അംഗീകരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. RN ആയിട്ട് അവർ എന്ത് ചെയ്യുന്നത്, സാലറിയും കാര്യങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു കുറെ പേരുടെ ഡൗട്ട്, പോസ്റ്റ് BSc കഴിഞ്ഞ് എങ്ങനെ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് മോർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, UAയിൽ നേഴ്സായിട്ട് വരുന്നതോ വന്നവരോ അല്ലെങ്കിൽ വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും ഡിഫിക്കൽട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എനിക്ക് കമന്റ് ചെയ്യാം. നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് കമന്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ആൻസർ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.